നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു ബ്രൂട്ടൽ സെൽ ഓഫാണ് നടന്നത്. HDFC ബാങ്ക് 3% ഇടിഞ്ഞു. ബാങ്ക് നിഫ്റ്റി 700, ഫിൻ നിഫ്റ്റിയും എല്ലാം തന്നെ വലിയ രീതിയിലൊരു സെൽ ഓഫ് കണ്ടു. FIS ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ 2107 കോടി രൂപക്ക് സെല്ല് നടത്തി. DIs അതിന് ഏകദേശം ഈക്വലൻ്റ് അല്ല, ഏകദേശം ഒരു 50%, 1239 കോടി രൂപക്ക് ബൈ നടത്തി. അപ്പോൾ FISൻ്റെ ഒരു സെല്ലിങ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 80 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ്. എന്താണ് കാരണം? നമ്മളെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്ത സമയത്ത് യൂറോപ്യൻ മാർക്കറ്റിലും ഈവൻ US മാർക്കറ്റിലും വലിയ ഉണർവ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം USലെ PPI ഡേറ്റ വന്നു, പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വന്നു. അത് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കുറവായിരുന്നു. അത് US മാർക്കറ്റിന് ഒരു ഉണർവ് കിട്ടി. അത് ഓൾമോസ്റ്റ് ഒരു ഇൻഫ്ലേഷൻ ഡേറ്റയ്ക്ക് സമാനമാണ്. അപ്പോൾ അതൊരു ഉണർവ് കിട്ടി. അതുകൊണ്ട് US മാർക്കറ്റിൽ എസ്പെഷ്യലി ടെക്നോളജി കമ്പനീസ് NVIDIA 6% ഉണർവ് രേഖപ്പെടുത്തി, അല്ലെങ്കിൽ റാലി രേഖപ്പെടുത്തി. അതുകൊണ്ട് US മാർക്കറ്റ് എസ്പെഷ്യലി ടെക്നോളജി കമ്പനീസ് നാസ്ഡാക്കും ഡോയും ഗംഭീര റാലി രേഖപ്പെടുത്തി. യൂറോപ്യൻ മാർക്കറ്റും ഗീലിൽ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റും പൊതുവേ പോസിറ്റീവാണെന്ന് പറയാം. അതായത് ഇന്നലെ മാർക്കറ്റിന് ഷോർട്ട് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഹെവി ലോസായിട്ട് രാവിലെ തന്നെ എക്സിറ്റ് ചെയ്യേണ്ട ഒരു കാഴ്ചയാണ് ഉണ്ടാവുക. മാർക്കറ്റിന് ഓൾറെഡി തന്നെ ഓപ്ഷനിൽ നമ്മൾ സ്പെക്കുലേഷനാണ് നടത്തുന്നത്. അപ്പോൾ ഓവർനൈറ്റ് സ്പെക്കുലേഷൻ, അതും ഇതുപോലെയുള്ള മേജർ ഈവൻ്റ് വരുന്ന ദിവസത്തിൽ. അതുകൊണ്ടാണ് മേജർ ഈവൻറ്റിന് ഒരു പ്രസക്തി ഉള്ളത്. ഇന്നലെ ആ ഒരു ഈവൻ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ അതൊരു ഫ്ലാറ്റായ രീതിയിൽ, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ, ഇതിപ്പോൾ വലിയൊരു ചേഞ്ചാണ് വരുന്നത്. കാരണം US മാർക്കറ്റിലെ ആ ഒരു PPI ഡേറ്റ ഇൻഫ്ലേഷൻ ഡേറ്റയ്ക്ക് സമാനമാണ്. അപ്പോൾ ഏതൊക്കെ ഈവൻ്റാണ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗ്ലോബലി നടക്കുന്നത് എന്നുള്ള കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വേണം. അതല്ലെങ്കിൽ ഓപ്ഷനൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ ക്യാപിറ്റൽ വാനിഷായി പോകും. ഇപ്പോൾ ഇനിയും നമ്മൾ ഉണരണം. ഇതുവരെയും ഗ്ലോബൽ ഈവൻ്റ് എന്നെ ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തട്ടെ. അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ഒന്ന് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിലെ ബിറ്റ്കോയിൻ 60,000, ബ്രന്റ് ഓയിൽ 81, ഗോൾഡ് ഏറ്റവും ടോപ്പിൽ നിന്നാണ് നോക്കുന്നത്. ഗോൾഡ് മൂന്നാമതാണ്, $2,466 പെർ ഔൺസ്. ഓസ്ട്രേലിയ പോസിറ്റീവാണ്. ചൈന, കൊറിയ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് 16 ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റ് കാണാം. ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് ഗംഭീര റാലി 400 പോയിൻ്റ് അഥവാ 2.5%. ഡോയും 400 പോയിൻ്റ് അഥവാ 1%. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ ഇൻഫോസിസ്, വിപ്രോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. HDFC ബാങ്ക് ADRൽ അവിടെയും ഇടിഞ്ഞിട്ടുണ്ട്. റിലയൻസ് GDRൽ ഫ്ലാറ്റായിരുന്നു. ഡോക്ടർ റെഡ്ഡിയും 1.5% റാലി. ഇന്ന് 2 എക്സ്പയറി ആണുള്ളത്. നാളെ മാർക്കറ്റ് അവധിയാണല്ലോ, ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നാളത്തെ ബാങ്ക് നിഫ്റ്റിയും കൂടാതെ തന്നെ നിഫ്റ്റിയും ഏറെ നാളുകൾക്ക് ശേഷം ഒരേ ദിവസം കളത്തിൽ മാറ്റിവെക്കുകയാണ്. അപ്പോൾ അത് മാർക്കറ്റിൽ ഇന്ന് അതിൻ്റേതായിട്ടുള്ള ഒരു ചേഞ്ച് മാർക്കറ്റിൽ ഉണ്ടാവാം. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയുടെ സ്പോട്ട് 24,139, PCR 0.53. അതായത് കോൾ സൈഡിൽ ആളുകൾ അറഞ്ചം പുറഞ്ചം ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. അതെന്താവും എന്നറിയില്ല. 24,300, 24,350, 400, 450, 500 റേഞ്ചുകളിൽ നല്ല രീതിയിൽ ഷോർട്ട് ഉണ്ട്. 24,139 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. ഒരു ഗ്യാപ്പ് അപ്പ് വരാണെങ്കിൽ തന്നെ ഈവൻ 24,500ൻ്റെയും സിയുടെ പ്രീമിയം എല്ലാം തന്നെ സ്പൈക്ക് ആവും. പക്ഷേ വിക്സ് ഫോൾ ആവുകയാണെങ്കിൽ ഓക്കെ, രക്ഷപ്പെട്ടു. 24,000 മേജർ ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 49,831 സ്പോട്ട് ഉള്ളത്. മേജർ സപ്പോർട്ട് സോൺ 49,000. റെസിസ്റ്റൻസ് സോൺ കാണാം വളരെ നാരോ ആയിട്ടുള്ള 50,000. കൂടാതെ തന്നെ 50,100, 200, 300 ആ ഒരു റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. PCR 0.55 ആണ്. അൾട്രാ വീറിഷായ രീതിയിലാണ് ഇന്നലെ മാർക്കറ്റിൻ്റെ ഒരു നില ഉണ്ടായിരുന്നത്. ഇന്നതല്ല. അതിനർത്ഥം ഇന്ന് മാർക്കറ്റ് ഗംഭീരമായ റാലി രേഖപ്പെടുത്തുന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഗിഫ്റ്റ് നിഫ്റ്റിയും ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള US മാർക്കറ്റും പോസിറ്റീവായ രീതിയിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. മാർക്കറ്റിൽ കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു നിയമമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇറാൻ്റെ ഇഷ്യൂ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ 15-ാം തീയതി, അതായത് നാളെ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ നാളെ മീറ്റിങ്ങിന് മുമ്പ് വരെ ഇറാൻ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാക്കില്ല. കാരണം മീറ്റിങ്ങിൽ എന്താണ് ചർച്ച വരിക, അതിന് ശേഷമായിരിക്കാം അവർ ആക്രമിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ ഇന്നലെ ഈവൻ ഈ
ഇസ്രായേൽ മാർക്കറ്റിലോ അതല്ലെങ്കിൽ മറ്റുള്ള മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിലോ ഒന്നും തന്നെ ഫോൾ ആയിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് എന്ന് വേണം പറയാൻ. അല്ലാതെ യുദ്ധ സാഹചര്യം അല്ലെങ്കിൽ യുദ്ധഭീതിയിലല്ല ഇന്ത്യൻ മാർക്കറ്റിൽ ഇടിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പക്ഷേ കൺക്ലൂഡ് ചെയ്യുന്നത് ഇപ്പോഴാണ് പറ്റുള്ളൂ, ഇന്നലെ പറ്റുമോ? ഇല്ല. സ്റ്റോക്കിൻ്റെ കുറച്ച് വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ഹീറോ മോട്ടോ കോർപ്പ് നെറ്റ് പ്രോഫിറ്റ് 47% ഉയർന്ന് 1032 കോടി രൂപ. അപ്പോളോ ഹോസ്പിറ്റൽ നെറ്റ് പ്രോഫിറ്റ് 83% ഉയർന്ന് 305 കോടി രൂപ. NBCC നെറ്റ് പ്രോഫിറ്റ് 38% ഉയർന്ന് 107 കോടി രൂപ. SCVN നെറ്റ് പ്രോഫിറ്റ് 31% ഉയർന്ന് 351 കോടി രൂപ. HEG കമ്പനി നെറ്റ് പ്രോഫിറ്റ് 83% ഇടിഞ്ഞു. റവന്യൂ 14% ഇടിഞ്ഞു. രത്നമണി മെറ്റൽസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 21% ഇടിഞ്ഞു. JNFC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 34% ഉയർന്നു. അനുപം രസായൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 76% ഇടിഞ്ഞു. പിരമൽ എൻ്റർപ്രൈസസ് നെറ്റ് പ്രോഫിറ്റ് 64% ഇടിഞ്ഞു. L&T അവരുടെ സെമി കണ്ടക്ടർ ബിസിനസ് യൂറോപ്പിലേക്ക് അവർ എക്സ്പാൻഡ് ചെയ്യുകയാണ്. മൾട്ടിപ്പിൾ ക്ലയൻ്റായിട്ട് അവർ കോൺട്രാക്റ്റുകളെല്ലാം തന്നെ സൈൻ ചെയ്തിട്ടുണ്ട്. മാക്സ് ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 87 നിന്ന് 130 കോടി രൂപയിലേക്ക് ഉയർന്നു. GOCL കോർപ്പറേഷൻ 12 കോടി രൂപയിൽ നിന്ന് 32 കോടി രൂപയിലേക്ക് ഉയർന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. കുറച്ചൊക്കെ ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ട്രേഡ് ബഡി ടാബിൻ്റെ ലിങ്കും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇന്ത്യയിലെ ലീഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ചിലവുകൾ കുറഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ചിലവുകൾ കുറച്ച് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് ഓപ്ഷൻ ചെയ്യാനും ഇൻട്രാഡേ അല്ലെങ്കിൽ ഇക്വിറ്റി അങ്ങനെയുള്ള മറ്റുള്ള എല്ലാ ട്രേഡുകൾക്കും ഒരേപോലെ ഹെൽപ്ഫുൾ ആവുന്നതാണ്. ടാറ്റ ഗ്രൂപ്പ് ബാക്കപ്പ് ചെയ്യുന്ന ഇന്ത്യയിലെ ലീഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കറായിട്ടുള്ള അപ്സ്റ്റോക്ക് അവരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആളുകൾക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ മാർക്കറ്റിലേക്ക് തിരികെ വരുമ്പോൾ നാളത്തെ അവധി, 2 എക്സ്പയറി, അതാണ്. കൂടാതെ തന്നെ ഇന്ന് വൈകിട്ട് 6 മണിക്ക് US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. ഞാൻ ഈ അപ്സ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഇതുവരെ ന്യൂസ് കണ്ട ആളുകൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോഴാണ് ഓർത്തത്. ആക്ച്വലി US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്ത്യൻ സമയം 6 മണിക്ക്. അതൊരു വലിയൊരു ഈവൻ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ ഭീകരമായ രീതിയിൽ നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യും. കാരണം എന്താ, നമ്മളെ മാർക്കറ്റാണ് നാളെ ഇല്ലാത്തത്. ഗ്ലോബൽ മാർക്കറ്റ് ഓടുന്നുണ്ട്, റണ്ണിങ് ആണ്. ഇന്ത്യൻ സമയം നമുക്ക് കാണാൻ സാധിക്കും ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഉണ്ടാക്കുന്ന വലിയ ഇമ്പാക്റ്റ്. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഇന്ത്യൻ സമയം വരുന്ന US നിന്നുള്ള ഇൻഫ്ലേഷൻ ഡേറ്റ, അതായത് പണപ്പെരുപ്പ നിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നാളെ മാർക്കറ്റ് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇന്ന് ഓവർനൈറ്റ് പൊസിഷൻസൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അത് അത്ര നല്ലതല്ല എന്നുള്ളതാണ്. മാർക്കറ്റിൽ നിന്ന് ആളുകളെല്ലാം തന്നെ ഭീകരമായിട്ട് ലോസ് ആകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ലോസ് വരുന്നു എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഈവൻറ്റുകൾ അപ്പാടെ അവഗണിച്ചിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ലോസ് വരും. ഇനി വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റിനടുത്ത് കാണാം. താങ്ക് യു.